CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. സൂക്ഷ്മ പരിശോധന ചൊവ്വാഴ്ച 26 വരെ പത്രിക പിൻവലിക്കാം. ഏപ്രിൽ 9 കേരളം വിധിയെഴുതും. മെയ് 4 ഫലമറിയാം. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥിയായ B. ഗോപാലകൃഷ്ണന്റെ ഹിന്ദു MLA പരാമർശം വിവാദമായതോടെ കരുതലുമായി BJP. ഗോപാലകൃഷ്ണന് പുറമെ ഡമ്മി സ്ഥാനാർത്ഥിയെ കൂടി BJP രംഗത്തിറക്കി. തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറിയായ KR ബൈജുവാണ് ഡമ്മി സ്ഥാനാർത്ഥി. ഗോപാലകൃഷ്ണനും KR ബൈജുവും നാമനിർദ്ദേശ പത്രിക നൽകി. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെങ്കിൽ താൻ മതേതരവാദിയെന്ന് ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. ചാവക്കാട് താലൂക്ക് ഓഫീസിൽ പത്രിക സമർപ്പണം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യകൃഷിക്കായി വലകെട്ടിമറച്ച എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കാവാലം ചിറക്കുളം പൂർവ്വസ്ഥിതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഉത്തരവിട്ടു. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് നടപടി. പെരുമ്പിലാവിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിക്ക് പിറകിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കയ്പമംഗലം കളരിക്കൽ വിജയന്റെ മകൻ 42 വയസ്സുള്ള അനൂപാണ് മരിച്ചത്. ചരിത്രപ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് പൂരമഹോത്സവം മാർച്ച് 30-31 തീയതികളിൽ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. പൂരാവേശം CCTV തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. കുന്നംകുളം നിയോജകമണ്ഡലത്തിലെ BDJS സ്ഥാനാർത്ഥി KR റെജിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തഹസീൽദാർ അബ്ദുൾ നാസർ മുഖേനയാണ് അദ്ദേഹം പത്രിക നൽകിയത്. മലയാളികളോടുള്ള കരുതലിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. LDF കുന്നംകുളം നിയോജകമണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. LDF ഗുരുവായൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. UDF എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്തെ NDA സ്ഥാനാർത്ഥി KR റെജിൽ കാട്ടകമ്പൽ പഞ്ചായത്തിൽ പര്യടനം നടത്തി. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ നിന്ന് വികാരി ഫാദർ ജോൺ ഐസക്കിന്റെ അനുഗ്രഹം വാങ്ങിയാണ് പ്രചാരണം തുടങ്ങിയത്. SSKയുടെ കളിയങ്കണം പദ്ധതിയുടെ ഭാഗമായി എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് കായികോത്സവം സംഘടിപ്പിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം കടവലൂർ മേഖലാതല സ്നേഹതണ്ണീർക്കുടം പദ്ധതിക്ക് തുടക്കം. കലമ്പുറം ക്രിസ്ത്യൻ കോഓപ്പറേറ്റീവ് ഫെലോഷിപ്പ് അങ്കണത്തിൽ പദ്ധതിയുടെ മേഖലാതല ഉദ്ഘാടനം KCCF പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ നിർവഹിച്ചു. ലോക ജലദിനത്തിന്റെ ഭാഗമായി മന്നലാങ്കുന്ന് SYS സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ച് ജലദിനം ആചരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.